ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ എ സ്പെറിക്കൽ ഡോം for a circular water tank of diameter 12 meter. Rise of dome is 2 meter. Live load 2 kilonewton per meter square. FCK 20 Newton per millimeter square and FY 415 Newton per millimeter square. Weight of finishes 1 kilonewton per meter square. Okay, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റിക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം ഇതേ സെയിം പാറ്റേൺ. ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതും. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഓഫ് ഫിനിഷസ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ വെയിറ്റ് ഓഫ് ഫിനിഷസ് ഇല്ലെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല, നിർബന്ധമില്ല എടുക്കണം. എടുത്താലും തെറ്റില്ല, കാരണം നമുക്ക് സ്റ്റെപ്സിനാണ് മാർക്ക്. അപ്പൊ എന്തായാലും എടുത്താലും എടുത്തില്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എടുക്കുകയും വേണം. അപ്പൊ ആ കാര്യം എപ്പോഴും ഓർമ്മ വേണം. ഡിസൈൻ ആൻഡ് ഡീറ്റെയിൽ എ സ്പെറിക്കൽ ഡോം. അപ്പം ക്വസ്റ്റ്യനും ശ്രദ്ധിക്കണം, ഏത് ടൈപ്പ് ഡോമാന്നുള്ളതും നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ 2 ടൈപ്പ് ഡോംസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സ്പെറിക്കൽ ഡോംസും കോണിക്കൽ ഡോംസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഏത് ഡോംസ് ആണെന്നുള്ളതും നമ്മൾ നോക്കണം. കാരണം കോണിക്കൽ ഡോംസ് ആണെങ്കിൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇത് സ്പെറിക്കൽ ഡോം ആണ്. അപ്പൊ നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്പെറിക്കൽ ഡോം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഫോർ എ സർക്കുലർ വാട്ടർ ടാങ്ക് ഓഫ് ഡയമീറ്റർ 12 മീറ്റർ, അതായത് ഒരു വാട്ടർ ടാങ്കിന്റെ കവറിംഗ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെറിക്കൽ ഡോം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ സ്പെറിക്കൽ വാട്ടർ ടാങ്ക് ഓഫ് ഡയമീറ്റർ 12 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോമിന്റെ ബേസ് ഡയമീറ്റർ 12 മീറ്റർ ആണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് 12 മീറ്റർ ഡയമീറ്ററുള്ള ടാങ്കിന്റെ മേലെയാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡോമിന്റെ ബേസ് ഡയമീറ്റർ 12 മീറ്റർ ആണ്. റൈസ് ഓഫ് ഡോം 2 മീറ്റർ, അതായത് എച്ച് എന്ന് പറയുന്ന വാല്യൂ അതിന്റെ ബേസിൽ നിന്ന്, അതായത് വാട്ടർ ടാങ്കിന്റെ ആ ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, റൈസ് എച്ച് എന്ന് പറയാം, 2 മീറ്റർ ആണ്. ലൈവ് ലോഡ് 2 kilonewton per meter square. ലൈവ് ലോഡ് 2 kilonewton per meter square ആണ്. FCK 20 Newton per millimeter square. FY 415 Newton per millimeter square. Weight of finishes 1 kilonewton per millimeter square. അപ്പം ഗിവൺ ഡാറ്റ എടുത്ത് എഴുതി. D 12 meter. Rise of dome H is equal to 2 meter. Live load 2 kilonewton per meter square. Weight of finishes 1 kilonewton per meter square. FCK 20 Newton per millimeter square. FY 415 Newton per millimeter square. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസ്, അല്ലെ? പെർമിസിബിൾ സ്ട്രെസ്സസ് ആൻഡ് മോഡുലാർ റേഷ്യോ. അപ്പൊ നമുക്കറിയാം IS 456ലുള്ള 3 ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂസ് എടുക്കേണ്ടത്. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് വാല്യൂ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെർമിസിബിൾ സ്ട്രെസ്സസ്, സ്റ്റെപ്പ് 1 പെർമിസിബിൾ സ്ട്രെസ്സസ്. അപ്പം സിഗ്മ ST, സിഗ്മ D, സിഗ്മ CBC ഒക്കെ എന്താ നോക്കണം. അപ്പൊ ഞാൻ കോഡ് എടുത്തിട്ട് പേജ് നമ്പർ 82ലാണ്, അല്ലെ? പേജ് നമ്പർ 82 ടേബിൾ 22ലാണ് സിഗ്മ ST വാല്യൂ ഉള്ളത്. അപ്പൊ സിഗ്മ ST വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള FE 415 ആണ്. 415 എന്ന് പറയുന്ന ഈ കോളം ആണ്. ഓക്കെ, ഈ കോളത്തില് 2 വാല്യൂസും 230 തന്നെയാണ്. അപ്പൊ നമുക്ക് 230 തന്നെ എടുക്കാം, അല്ലെ? 230 തന്നെ നമുക്ക് എടുക്കാം. വാല്യൂ 230 ആണ്. ഇപ്പൊ മൈൽ സ്റ്റീൽ ആണെങ്കിൽ നോക്കിയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പം 140 എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്, ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് അതായത് ടെൻഷൻ കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ നമ്മൾ റിംഗ് ബീം ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ 20 mm കൂടുതൽ, 20 mm ഡയയിൽ കൂടുതൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഡയൊക്കെ നമ്മളാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറവുള്ള ഡയ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് 20ൽ കുറവാണെങ്കിലും 20ൽ കൂടുതലാണെങ്കിൽ 230 ആയതുകൊണ്ട് FY 415 ആണെങ്കിൽ ഓക്കെ ആണ്. അപ്പൊ സിഗ്മ ST 230 നമുക്ക് കിട്ടി, 230 Newton per millimeter square. അടുത്തത് സിഗ്മ D എന്ന് പറയുന്ന വാല്യൂ, കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം അലോ ചെയ്യാൻ പറ്റുന്ന ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, നമുക്ക് ഇവിടെ M20 ഗ്രേഡ് ആണ്. M20 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ D എന്ന് പറയുന്നത് 2.8 Newton per millimeter square ആണ്. അപ്പൊ സിഗ്മ D വാല്യൂ നമുക്ക് കിട്ടി. ഇനി അടുത്ത വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ CBC വാല്യൂ, ടേബിൾ നമ്പർ 21, M20 ഗ്രേഡ് കോൺക്രീറ്റ് ബെൻഡിങ് സിഗ്മ CBC, അല്ലെ? M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 7. അപ്പൊ സിഗ്മ CBC വാല്യൂ നമുക്ക് കിട്ടി. 3 വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ ആ മോഡുലാർ റേഷ്യോ M is equal to 280/3 into സിഗ്മ CBC എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്
ഓക്കെ, സിഗ്മ എസ് ടി 230 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, സിഗ്മ ഡി 2.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, സിഗ്മ സി ബി സി 7 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. മോഡുലാർ റേഷ്യോ എം എന്ന് പറയുന്നത് 280/3 into സിഗ്മ സി ബി സി, ദാറ്റ് ഈസ് 280/3 into 7, ദാറ്റ് ഈസ് 13.33 ആണ് എം വാല്യൂ. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഡോംസിന്റെ ഡയമെൻഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡയമെൻഷൻസ് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയാ നമ്മളെ മനസ്സിൽ വരേണ്ടത്? ഒന്ന്, അതിന്റെ തിക്നെസ് വേണം. അപ്പൊ തിക്നെസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് 100 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഇതിലും 100 mm തന്നെ അസ്യൂം ചെയ്താൽ മതി. അസ്യൂം തിക്നെസ് ഓഫ് ഡോം T is equal to 100 mm. അതായി. ഇനി നമുക്ക് വേണ്ടത് റൈസ് വേണം, റൈസ് അല്ലെ. റൈസ് എന്ന് പറയുന്ന H എന്ന് പറയുന്ന വാല്യൂ. എന്നാൽ H എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ തന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വാല്യൂ ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് അത് തന്നെ എടുത്ത് എഴുതിയാലും മതി, അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഗിവൺ ഡാറ്റയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ റൈസ് അവിടെ തന്നിട്ടുണ്ട്. ഇൻ കേസ് റൈസ് തന്നില്ല എന്നുണ്ടെങ്കിൽ ബേസ് ഡയമീറ്റർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 12 മീറ്റർ. അപ്പൊ ഈ 12 മീറ്ററിന്റെ 1/5 to 1/8 എന്നുള്ളതാണ് അല്ലെ റൈസ് ആയിട്ട് എടുക്കുക. അപ്പൊ 12 ആയതുകൊണ്ട് നമുക്ക് 1/5 മുതൽ 1/8 എന്ന് പറയുമ്പോൾ 1/6 എടുത്താൽ മതി. അപ്പൊ 12/6 എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എടുക്കാം. അപ്പൊ നമുക്ക് ഒരു ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് വരാത്ത രീതി തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഇവിടെ ഓൾറെഡി തന്നതുകൊണ്ട് നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. റൈസ് അവിടെ ഉണ്ട്, തിക്നെസ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആറും തീറ്റയാണ്, റേഡിയസും തീറ്റയും വേണം. ഓക്കെ, അപ്പൊ ആ വാല്യൂസ് ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ കാര്യം ഒന്നും കുറച്ച് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പം റേഡിയസും തീറ്റയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ അസ്യൂം തിക്നെസ് ഓഫ് ഡോം ഈസ് ഈക്വൽ ടു 100 mm എഴുതി. ഇപ്പം റൈസ് നമുക്ക് തന്നില്ലെങ്കിൽ നമ്മളിവിടെ 1/5 ഓഫ് ബേസ് ഡയമീറ്റർ, 1/5 to 1/8 ഓഫ് ബേസ് ഡയമീറ്റർ ഒരു വാല്യൂ എടുക്കണമായിരുന്നു. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് ആറും തീറ്റയും വേണം, റേഡിയസ് ആൻഡ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഫിഗർ വരയ്ക്കണം. ഇങ്ങനെയുള്ള ഒരു ഫിഗർ നമ്മൾ ആദ്യം വരയ്ക്കണം. അപ്പം ഇതാണ് നമ്മളെ ഡോം. ഓക്കെ, ഇതാണ് നമ്മളെ ഡോം. അപ്പൊ ഡോമിന്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്, അതായത് ആ വാട്ടർ ടാങ്കിന്റെ ടോപ്പ്. അപ്പൊ 6 മീറ്റർ 6 മീറ്റർ. ഓക്കെ, അങ്ങനെ വരും. ബേസ് ഡയമീറ്റർ ആണ്, ബേസ് ഡയമീറ്റർ 12 മീറ്റർ. അപ്പൊ അതിന്റെ സെന്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് സെന്റർ വരെ 6 മീറ്റർ ആയിരിക്കും, അവിടെ ഇങ്ങോട്ട് 6 മീറ്റർ ആയിരിക്കും. അപ്പൊ ആ കാര്യം ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ ഈ ബേസ് ഡയമീറ്ററിന്റെ അവിടെ നിന്ന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്കുള്ള റൈസ് എന്ന് പറയുന്ന 2 മീറ്റർ ആണ്. അപ്പൊ അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ വാല്യൂ ഇവിടെ കൊടുക്കണമായിരുന്നു. ഓക്കെ, പിന്നെ ഈ ഒരു സർക്കിൾ വരയ്ക്കാൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു സെന്റർ പോയിന്റ്, ഈ ഒരു കേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെന്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ പോയിന്റ് ഞാൻ എടുത്തു. O എന്ന് പറഞ്ഞ് ഞാനത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇവിടുന്ന് ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റിലേക്കും C എന്ന് പറയുന്ന പോയിന്റിലേക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ, ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ റേഡിയസ് ആയിരിക്കും അല്ലെ. ഈ O എന്ന് പറയുന്ന പോയിന്റ് ആ റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ ഈ ഒരു കേവ് വരുന്നുണ്ടാവുക. അപ്പം ഈ ഡിസ്റ്റൻസ് ഒക്കെ R ആണ്, റേഡിയസ് ആണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തു, ഇവിടെ R എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. അതായത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഒരു ഡോമിന്റെ എൻ പോയിന്റ്സിലേക്ക്, അത് ഞാനിപ്പം ഇവിടെ മനസ്സിലാവാൻ വേണ്ടി നെയിം കൊടുത്തു എന്ന് മാത്രമാണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ മതി. ABCD ഒന്നും ഇടണം എന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ABCD ഇട്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ O എന്ന് പറയുന്ന പോയിന്റ് സെന്റർ പോയിന്റ് ആണെങ്കിൽ ഇവിടുന്ന് എയിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു. അതുപോലെ ഇപ്പുറത്തെ എൻഡിൽ സിയിലേക്ക് ഒരു ലൈൻ വരച്ചു, RR മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഈ പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും R തന്നെയാണ്, കാരണം ഇതൊക്കെ ഒറ്റ റേഡിയസ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, റേഡിയസ് R. ഓക്കെ, ഇനി നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് ഈ സെൻട്രൽ അതായത് വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അതായത് ഈ O എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഡ്ജിലേക്കുള്ള ഒന്നെങ്കിൽ OC എന്ന് പറയുന്ന ലൈൻ ഫോം ചെയ്യുന്ന ആംഗിൾ ആവാം, അല്ലെങ്കിൽ OA എന്ന് പറയുന്ന ലൈൻ ഫോം ചെയ്യുന്ന ആംഗിൾ ആവാം വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഞാൻ അത് ഇവിടെ തീറ്റ ഞാൻ മാർക്ക് ചെയ്തു. വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നുള്ള മാർക്ക് ചെയ്തു. ഇനി എനിക്ക് ഈ ഒരു ഫിഗറിന്റെ അകത്ത് ഇപ്പൊ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് തീറ്റയും ആറും ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എനിക്ക് ഈ തീറ്റ വേണമെന്നുണ്ടെങ്കിൽ R എത്രയാന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ അവൈലബിൾ ആണ്, 6 ആണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ
ഈ സൈഡും അവൈലബിൾ ആണെങ്കിൽ എനിക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കായിരുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇവിടെ അവൈലബിൾ അല്ല അല്ലെ. അപ്പൊ ആദ്യം ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് എങ്കിലും വേണം അല്ലെ. അപ്പൊ നമുക്കിപ്പോ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കാം. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യും. ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെ 6 ആണല്ലോ. അപ്പൊ r-2 എന്ന് എഴുതാലോ. ഇവിടം തൊട്ട് ഇതുവരെ റേഡിയസ് 6 ആണ്. അപ്പൊ r-2 എഴുതിയാൽ ഈ ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ ആയില്ലേ. അപ്പൊ ഒരു ഇക്വേഷൻ ഞാൻ അങ്ങനെ എഴുതി, ഒ ബി ഈസ് ഈക്വൽ ടു r-2 എന്ന് എഴുതി. ഇനി അടുത്തത്, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത്, അതായത് ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് മൈനസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലെ. അതേ കൺസെപ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുക്കുകയാണ്, ആ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം ഒ ബി ഈസ് ഈക്വൽ ടു, ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ഡിസ്റ്റൻസ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഒ എ സ്ക്വയർ മൈനസ് ഈ ഡിസ്റ്റൻസ് 6 സ്ക്വയർ. അപ്പൊ ഒ ബിക്ക് രണ്ട് ഇക്വേഷൻ ആണ് അല്ലെ. ഒ ബി ഈസ് ഈക്വൽ ടു r-2, അടുത്ത ഒ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ, പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഒ ബി ഈസ് ഈക്വൽ ടു ഈ ഒ എ എന്ന് പറയുന്നത് എന്താ? ഒ എ എന്ന് പറയുന്ന 6 തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒ എക്ക് പകരം ഞാൻ ഇവിടെ 6 കൊടുത്തു. അപ്പൊ ഒ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. ഓക്കെ, ഒ എന്റെ സ്ഥാനത്ത് ഞാൻ 6 കൊടുത്തിട്ട് ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 2 എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇക്വേഷനാണ് ഫോം ചെയ്തത്. ഒന്ന്, ഇവിടം തൊട്ട് ഇതുവരെ റേഡിയസ് 6 ആണെന്നറിയാം, r-2 എന്ന് പറഞ്ഞ് ഒ ബി എടുത്തു. അടുത്ത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. അപ്പൊ എ ബി എന്ന് പറയുന്ന 6 ആണ്, ഒ എ എന്ന് പറയുന്ന 6 ആണ്. ഒ ബി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ, രണ്ട് ഇക്വേഷൻ. ഇനി ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ r-2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പൊ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ r-2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ റൂട്ട് അങ്ങ് ഒഴിവാവും, ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പൊ ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ, അപ്പൊ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്ന ആർ സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 into r, അപ്പം 4r അല്ലെ, മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് 2 ആണ്, അപ്പൊ 2 സ്ക്വയർ 4 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ആർ സ്ക്വയർ ഉണ്ട്. ഇത് രണ്ടും എൽ എച്ച് എസ് ആർ എച്ച് എസ് നമുക്ക് ആർ സ്ക്വയർ കട്ട് ചെയ്ത് കളയാം. അപ്പൊ അത് പോയി. പിന്നെ ഇവിടെ 4r ഉണ്ട്, മൈനസ് 4r. ഈ പ്ലസ് 4 എന്നുള്ള ഇപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 6 സ്ക്വയർ എന്ന് പറയുന്ന മൈനസ് 36 ആണ്. ഈ പ്ലസ് ആർ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 4 ആയി. അപ്പൊ നമുക്ക് മൈനസ് 4r ഈസ് ഈക്വൽ ടു മൈനസ് 40 കിട്ടും. മൈനസ് മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4r ഈസ് ഈക്വൽ ടു 40 എന്നുള്ള രീതിയിൽ കിട്ടും. r എന്ന് പറയുന്നത് 40/4 ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടി? r എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പം ഏത് സ്പെറിക്കൽ ഡോമിന്റെ പ്രോബ്ലം കിട്ടിയാലും, ഡിസൈൻ ചെയ്യുമ്പോൾ കിട്ടിയാലും, ഇതുപോലെ ആദ്യം ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ മാർക്ക് ചെയ്യുക, r മാർക്ക് ചെയ്യുക, തീറ്റ മാർക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ബേസ് ഡയമീറ്ററിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നത്, അതായത് അതിന് സെന്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്നതാണല്ലോ ആംഗിൾ തീറ്റ. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് സെന്ററിൽ കൂടെ മാർക്ക് ചെയ്ത് സെന്റർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക, റൈസും കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ r വാല്യൂ ഇവിടെ എനിക്ക് 10 മീറ്റർ കിട്ടി. അപ്പൊ r കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് തീറ്റ കണ്ടുപിടിക്കാലോ. അപ്പൊ ഈ ഡിസ്റ്റൻസ് അവൈലബിൾ ആണ്, ഈ ഡിസ്റ്റൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, ഇത് ഹൈപ്പോട്ന്യൂസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഏത് തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത്? സൈൻ തീറ്റ ആണല്ലോ. അപ്പം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന 10 ആണ്. അപ്പൊ 6/10 ആയിരിക്കും. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 6/r, ദാറ്റ് ഈസ് 6/10. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 6/10, ദാറ്റ് ഈസ് 36.86 ഡിഗ്രി. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇതിന്റെ റൈസ് എടുക്കുക, അതായത് h വാല്യൂ അത് നമുക്ക് ഓൾറെഡി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ആവശ്യമില്ല. തിക്നെസ് അസ്യൂം ചെയ്തു 100, പിന്നെ റേഡിയസ് r-ഉം തീറ്റയും ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഫിഗർ വരച്ചിട്ട് ഞാൻ സോൾവ് ചെയ്ത് r-ഉം തീറ്റയും കണ്ടുപിടിച്ചു. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 അവിടെ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, സ്റ്റെപ്പ് നമ്പർ 3 ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ ലോഡ് കാൽക്കുലേഷൻ നമ്മൾ യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ
ടോട്ടൽ ലോഡ് എടുത്താൽ മതി. അത് ഫാക്ടർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ലൈവ് ലോഡ് നമുക്ക് തന്നിട്ടുള്ളത് 2 kN/m². ആണ്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 25 × d, അതായത് 25 × d എന്ന് പറയുമ്പോൾ ഇതിന്റെ തിക്നെസ് ആണ്, ഈ ഡോമിന്റെ തിക്നെസ് ആണ്. തിക്നെസ് നമ്മൾ 100 mm അസ്യൂം ചെയ്തത്. അപ്പൊ 25 × 100 mm മീറ്ററിലാക്കിയ 0.1, ദാറ്റ് ഈസ് 2.5 kN/m² എന്നുള്ളതാണ്. അപ്പൊ ലൈവ് ലോഡ് 2 kN/m², ഡെഡ് ലോഡ് 2.5 kN/m². ഇനി ഫിനിഷേഴ്സിന്റെ ലോഡ് അല്ലെ, നമ്മൾ ഫിനിഷിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ലോഡ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ആ ലോഡ് ഇപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 1 kN/m² എന്നുള്ളത്. അപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 + 2.5 + 1 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ലോഡ് W എന്ന് പറയുന്നത് 5.5 kN/m² ആണ്. അപ്പൊ ഇവിടെ പോയിന്റ് ലോഡും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം UDL തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 3 അവിടെ കഴിഞ്ഞു. ഇപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് പെർമിസിബിൾ സ്ട്രെസ്സസും മോഡുലാർ റേഷ്യോയും കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ R, θ, T, H ഈ 4 വാല്യൂസ് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ലോഡ് കാൽക്കുലേഷൻ ആണ് ചെയ്തത്. ഇപ്പൊ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ്സസ് ഇൻ ഡോംസ്. ഓക്കെ, സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് T വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സസ് ആയി. അപ്പൊ ആദ്യം മെറിഡിയണൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. T എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെറിഡിയണൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുക. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് WR / 1 + cos θ എന്നുള്ളതാണ്. അപ്പൊ W നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 5.5. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, റേഡിയസ് 10. ഓക്കെ, അപ്പം റേഡിയസ് 10 കൊടുത്തു. / 1 + θ എന്ന് പറയുന്നത് 36.86 ആണ്. അത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. അപ്പൊ ആ വാല്യൂസ് കൊടുത്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 30.55 kN എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ മെറിഡിയണൽ ഫോഴ്സ് അവിടെയായി. T = 30.55 kN. ഇനി അടുത്ത ഹൂപ്പ് ഫോഴ്സ്. ഹൂപ്പ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WR × cos θ - 1/1 + cos θ എന്നുള്ളതാണ് ഇക്വേഷൻ. ഇപ്പൊ W 5.5, R 10, θ 36.86 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H വാല്യൂ 13.45 kN എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈ ഒരു ഡോമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 ടൈപ്പ് ഫോഴ്സ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. ആ 2 ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഇവിടെ കിട്ടി ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ. ഇനി സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? /T ചെയ്താൽ മതി അല്ലെ? /T ചെയ്താൽ മതി. അപ്പൊ /T, അതായത് ഇവിടെ മെറിഡിയണൽ സ്ട്രെസ് = ഞാൻ ഇവിടെ ജസ്റ്റ് /ഏരിയ എന്ന് കാണിച്ചു എന്ന് മാത്രം. എന്ത് ചെയ്താൽ മതി? ഇവിടെ കിട്ടിയിരിക്കുന്ന T, അതായത് T 30.55 ആണ്. 30.55 / 0.1 ചെയ്താൽ മാത്രം മതി. 0.1 ചെയ്താൽ നമുക്ക് ഇവിടെ kN/m² കിട്ടും. ഓക്കെ, അപ്പൊ kN/m², 30.55 ഡിവൈഡഡ് ബൈ 0.1 ചെയ്താൽ 305.5 kN/m² എന്നുള്ള രീതിയിൽ കിട്ടും. അതിനെ Nm/mm² കൺവേർട്ട് ചെയ്യാൻ ഇവിടെ × 10⁻³ കിലോന്യൂട്ടനെ ന്യൂട്രലാക്കാൻ × 10⁻³ ചെയ്യണം. ഡിവൈഡ് ബൈ m², m²നെ mm² ആക്കാൻ × 10⁻⁶ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 10⁻⁶ ആണ്. മേലെ 10⁻³ ആണ്. മേലോട്ട് വരുമ്പോൾ × 10⁻⁻6 ആവും. അപ്പൊ 305.5 × 10⁻³ × 10⁻⁻6 എന്നുള്ള രീതിയിൽ വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.3055 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ വരുന്നത് ശരിക്കും 0.1 × 1 ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. അതാണ് നമ്മൾ നോട്ട്സിൽ എഴുതിയത്. /T ചെയ്താൽ മതി 1 ആയതുകൊണ്ട്. അതേപോലെ ഹൂപ്പ് സ്ട്രെസ്സും നമുക്ക് /T ചെയ്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ള കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ MM-ലാക്കിയിട്ട് ഡയറക്റ്റ് ചെയ്തു എന്ന് മാത്രം. MM-ലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ H എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക kN അപ്പൊ kN ന്യൂട്രലാക്കുക. ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ MM കൊടുക്കണം. 100 ആണ് തിക്നെസ്. 100 mm × 1 മീറ്റർ ആകുമ്പോൾ 1000 അങ്ങനെ പറഞ്ഞ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 13.45 kN വാല്യൂ 13.45 ഡിവൈഡ് ബൈ 0.1 ചെയ്യാം. അപ്പൊ നമുക്ക് kN/m² എന്നുള്ള രീതിയിൽ കിട്ടും. × 10⁻³ ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ കിട്ടും. 0.134 എന്ന് പറഞ്ഞു കിട്ടും. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. ജസ്റ്റ് /T ചെയ്താൽ മതി. അതായത് ക്യാപിറ്റൽ D /T ചെയ്യുക. H /T ചെയ്താൽ kN/m² കിട്ടുക. കാരണം നിങ്ങൾ ആ T മീറ്ററിലാണ് കൊടുക്കുന്നതെങ്കിൽ, ഇത് kN ആണെങ്കിൽ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? Nm/mm² കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഞാൻ kN കണ്ടുപിടിച്ചു.
ഫോഴ്സസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനെ സ്ട്രെസ് ആക്കി മാറ്റി. അപ്പൊ എനിക്ക് മെറിഡിയനൽ സ്ട്രെസ് 0.3055 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആൻഡ് ഹൂപ്പ് സ്ട്രെസ് 0.134 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ കൺഫ്യൂസ് ആവണ്ട, ജസ്റ്റ് ടി വെച്ച് ചെയ്താൽ മതി. ഞാൻ മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രം. ജസ്റ്റ് ടി ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ടി, അതുപോലെ എച്ച് ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ടി, അത് തിക്നെസ് 100 mm, അതായത് 0.1 മീറ്റർ, അങ്ങനെ ആ രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് യൂണിറ്റ് കിട്ടും. യൂണിറ്റ് പ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക്. അപ്പൊ ഓർത്തിരുന്നാൽ മതി, ഇപ്പൊ നമ്മൾ ഡിവൈഡ് ബൈ ടി ചെയ്താൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് കിട്ടുക. ആ ലോഡ് കിലോ ന്യൂട്ടണിലും ടി മീറ്ററിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻറ്റു 10⁻³ ചെയ്താൽ നമുക്ക് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൽ കിട്ടും. അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇൻറ്റു 10⁻³ ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ അതേപോലെ h/t ചെയ്തിട്ട് ഇൻറ്റു 10⁻³ ചെയ്താൽ നമുക്ക് അവിടെ ഹൂപ്പ് സ്ട്രെസ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിൽ കിട്ടും. അപ്പൊ നമ്മുടെ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഏരിയ. ഓക്കെ, ഈ മെറിഡിയണൽ ഫോഴ്സിനും ഹൂപ്പ് ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ മെറിഡിയണൽ സ്ട്രെസ്സിനും ഹൂപ്പ് സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് കംപ്രസീവ് ആണ് ഡോമിനന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോംസിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് മിനിമം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഡയറക്റ്റ് മിനിമം പ്രൊവൈഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. ഡയറക്റ്റ് മിനിമം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സിൻസ് ദ സ്ട്രെസ്സസ് ആർ വെരി ലോ, സ്ട്രെസ് വളരെ ലോ ആണ്, നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ള കേസ് ശരിക്കും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ നോമിനൽ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് 0.24% ക്രോസ് സെക്ഷണൽ ഏരിയ ഇസ് പ്രൊവൈഡഡ്. അതായത് h/st വാസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിനിമം റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന 0.24% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ സെന്റൻസ് എഴുതിയിട്ട് 0.24% ക്രോസ് സെക്ഷണൽ ഏരിയ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ AST എന്ന് പറയുന്നത് എത്രയാ? 0.24% BD. അപ്പൊ 0.24% എന്ന് പറയുമ്പോൾ 0.24 ഡിവൈഡ് ബൈ 100% ആയി, ഇൻറ്റു ബി എന്ന് പറയുന്നത് 1000 mm, അതായത് 1 മീറ്റർ, ഇൻറ്റു തിക്നെസ് ഡി എന്ന് പറയുന്ന അതിന്റെ ഓവറോൾ ഡെപ്ത് ആണ്. ഓവറോൾ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് ആണ്. തിക്നെസ് 100 mm ആണ്, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 240 mm² എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് AST 240 mm² എന്നുള്ള കിട്ടി. ഇനി ഇവിടെ 8 mm ബാർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ 8 mm ബാർ അസ്യൂം ചെയ്യാം. 8 mm ബാർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ സ്പേസിംഗ് എത്രയാ കിട്ടുക? 1000 AS/AST എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലെ, സ്പേസിംഗ് കണ്ടുപിടിക്കേണ്ടത്. അതായത് BAS/AST, ബി എന്ന് പറയുന്നത് 1000 ആണ്, 1 മീറ്റർ ആണ്. അപ്പൊ 1000 AS/AST എന്ന് എഴുതാം. 1000 into AS എന്ന് പറയുന്നത് 8 mm ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പൊ 5 into 8² ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ AST 240 ആണ്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ 209 പോയിന്റ് സംതിങ് കിട്ടും. 209.439 mm എന്നുള്ള കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 200 mm എന്നുള്ള രീതിയിൽ നമുക്ക് സ്പേസിംഗ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്പേസിംഗിന്റെ ചെക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് 200 നമുക്ക് കിട്ടിയേ, അത് കൊടുത്താൽ മതി. ഓക്കെ, എന്തായാലും 300-നേക്കാളും കുറയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കേസിലും ഇപ്പൊ നമ്മൾ 100 mm അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഏത് ഡോമിന്റെ പ്രോബ്ലം ആണെങ്കിലും തിക്നെസ് 100 mm അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മിനിമം റീഇൻഫോഴ്സ്മെന്റ് H/st വാസു ആണെങ്കിൽ മിനിമം റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ AST എപ്പോഴും 240 mm² തന്നെ ആയിരിക്കും. 8 mm അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 200 mm തന്നെ ആയിരിക്കും. എല്ലാ ഡോംസിന്റെ പ്രോബ്ലത്തിലും അത് തന്നെയാണ് വരിക, നമ്മൾ അസ്യൂം ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, നമ്മളിപ്പോ 100 mm തിക്നെസ്സും അതുപോലെ ഇവിടെ തന്നിട്ടുള്ളത് 415 സ്റ്റീൽ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. 415 സ്റ്റീൽ ആണെങ്കിൽ നമുക്ക് സെയിം 240 mm² AST-യും അതുപോലെ സ്പേസിംഗ് 200 എന്നുള്ള രീതിയിൽ തന്നെയാണ് കിട്ടുക. ഓക്കെ, അതെന്തായാലും 300-നേക്കാളും കുറവ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ 200 mm സ്പേസിംഗ് കിട്ടി. ഇനി AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 1000 AS ബൈ സ്പേസിംഗ്. സ്പേസിംഗ് 200 ആക്കി നമ്മൾ കുറച്ചിരുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1000 into AS 5 into 8² ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 200, ദാറ്റ് ഈസ് 251.32 mm² എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പം അഡോപ്റ്റ് 8 mm ഡയാബാസ് at 200 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പൊ രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ് വേണ്ടു. അതായത് മെറിഡിയനൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും, രണ്ട് ഡയറക്ഷനിലും 8 mm ബാർ 200 mm സ്പേസിംഗിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് മെറിഡിയനൽ ഫോഴ്സിനും ഹൂപ്പ് ഫോഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് കിട്ടി. മിനിമം പ്രൊവൈഡ് ചെയ്താൽ മതി. 8 mm ഡയാബാസ് 200 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമ്മള് ഡോംസിന്റെ അകത്തുള്ള റീഇൻഫോഴ്സ്മെന്റുമായി ഇനി നമ്മൾ ആ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബേസ്റ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് ടെൻഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റും അതിന്റെ ക്രോസ് സെക്ഷനും നമ്മൾ റിംഗ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ റിംഗ് ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാ? മെറിഡിയണൽ ഫോഴ്സ് കാരണം അല്ലെ ഈ സപ്പോർട്ട് സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ബേസ്റ്റ് ആയിട്ട് ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫെയിൽ ആവുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിംഗ് ബീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിംഗ് ബീമിന്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് റിംഗ് ബീം. അപ്പൊ റിംഗ് ബീം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഹൂപ്പ് ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് FT = T cos θ d/2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ T എന്ന് പറയുന്നത് ത്രസ്റ്റ് ആണ്, അതായത് മെറിഡിയണൽ ത്രസ്റ്റ് ആണ്. T നമുക്ക് 30.55 ആണ് കിട്ടിയത്. അപ്പൊ 30.55 ഇവിടെ കൊടുത്തു. ഇൻറ്റു കോസ് തീറ്റ 36.86 ആണ്. അപ്പൊ ഇൻറ്റു കോസ് 36.86. D എന്ന് പറയുന്നത് ബേസ് ഡയമീറ്റർ ആണ്. ബേസ് ഡയമീറ്റർ ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ FT വാല്യൂ നമുക്ക് 146.65 kN എന്നുള്ളത് കിട്ടും. അപ്പൊ ഈ ഒരു ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ സെക്ഷനും കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ആദ്യം നമുക്ക് എത്ര ഏരിയ ഓഫ് സ്റ്റീൽ വേണമെന്നുള്ള കണ്ടുപിടിക്കാം. ഇവിടെ ടെൻഷൻ വാല്യൂ നമുക്ക് കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിവിടെ റിംഗ് ബീം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഏരിയ ഓഫ് സ്റ്റീൽ, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് എത്ര ടെൻഷൻ സ്റ്റീൽ കൊടുക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് FT/σst. നമ്മൾ പഠിച്ചിരുന്നു ഇതിന്റെ തിയറി നോക്കിയ സമയത്ത്. FT എന്ന് പറയുന്നത് 146.65 kN. അതിനെ ഞാൻ ന്യൂട്ടണിലേക്ക് ആക്കി mm² ഏരിയ കിട്ടണം ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഇവിടെ σst എന്ന് പറയുന്നത് Nm/mm². അപ്പൊ അത് 230. സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എന്ത് ചെയ്തത്, ന്യൂട്ടണിലേക്ക് മാറ്റിയത്. താഴെയുള്ള 230 എന്ന് പറയുന്നത് Nm/mm² ആണ്. അപ്പൊ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് mm² ആൻസർ കിട്ടും. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 637.608 mm² എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട ടെൻഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് 637.608 mm² ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർത്താനായിട്ടില്ല. ഇവിടെ ഏരിയ ഓഫ് സ്റ്റീൽ വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ലൈനിന്റെ ബാർ കൊടുക്കണം, എത്ര നമ്പേഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എത്ര ഏരിയ വേണം എന്നുള്ളത് നോക്കണം. കോൺക്രീറ്റിന്റെ ഏരിയ എത്ര കൊടുക്കണം എന്നുള്ളത് നോക്കണം. ഗ്രോസ് ഏരിയ, അതിന് കറസ്പോണ്ടിങ് ആയി ഡയമെൻഷൻ എടുക്കണം. അപ്പൊ ഏരിയ ഓഫ് സ്റ്റീൽ ഇത്രയാണ്. അപ്പൊ നമുക്ക് ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കാം. ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി AST വേണം. അതുകൊണ്ട് ഞാനിവിടെ ആദ്യം AST എടുത്താണ്. അപ്പൊ ഗ്രോസ് ഏരിയ ഓഫ് റിംഗ് ബീം, ഗ്രോസ് ഏരിയ എന്ന് പറയുന്ന ആ റിംഗ് ബീമിന്റെ മൊത്തത്തിൽ വരുന്ന ആ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പൊ അത് എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ഏരിയ പ്ലസ് സ്റ്റീലിന്റെ ഏരിയ ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ AC പ്ലസ് AST എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പ് ചെയ്തത് ആദ്യം ഏത് ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇവിടെ റിംഗ് ബീം ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നമ്മൾ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രയാണ് ഏരിയ ഓഫ് സ്റ്റീൽ വേണ്ടതെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ആ റിംഗ് ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ കോൺക്രീറ്റിന്റെ ഏരിയ പ്ലസ് സ്റ്റീലിന്റെ ഏരിയ എന്നായിരിക്കും അല്ലെ, ആ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതില് സ്റ്റീലിന്റെ ഏരിയ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി കോൺക്രീറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ കോൺക്രീറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ് കോൺക്രീറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന? ഗ്രോസ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫ്രം പേജ് നമ്പർ 80 IS 456 പേജ് നമ്പർ 80 ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടെൻസൈൽ സ്ട്രെസ് ഈക്വൽ ടു FT/AC + M × AST. ഓക്കെ, കോൺക്രീറ്റിന്റെ ആ ടെൻസൈൽ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. σd നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിരുന്നു. σd എന്ന് പറയുന്നത് 2.8 Nm/mm² ആണ് M20 ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ σd = FT/AC + M × AST. അപ്പൊ FT നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 146.65. ഓക്കെ, അപ്പൊ σd 2.8 ആണ്. അപ്പൊ 2.8 = ഇത് Nm/mm². അപ്പൊ ഞാൻ ലോഡിന്റെ കേസൊക്കെ ന്യൂട്രലാക്കണം. അപ്പൊ 146.65 kN ആയിരുന്നു. അപ്പൊ ഇൻറ്റു 10⁻³ ന്യൂട്രലാക്കി ഡിവൈഡഡ് ബൈ AC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് അൺനോൺ ആയിട്ട് AC എന്ന് പറഞ്ഞു കിടക്കും. M മോഡുലാർ റേഷ്യോ ആണ് 13.33. ഏരിയ ഓഫ് സ്റ്റീൽ 637.608 mm². ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈ ഒരു ടേം മൊത്തം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ടോപ്പിലേക്ക് വന്ന് 2.82 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പൊ 2.8 AC പ്ലസ് 2.8 ഈ ടേം ചെയ്തപ്പോൾ 23798.08 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 146.65 × 10⁻³. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന 43,875.68 mm² കിട്ടും. അതായത് ഇവിടെ ഈ ഒരു ടെൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത്രയെങ്കിലും മിനിമം ക്രോസ് സെക്ഷൻ ഏരിയ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഗ്രോസ് ഏരിയ ക്രോസ് സെക്ഷൻ കോൺക്രീറ്റിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 4875.68 mm² എന്നുള്ളതാണ്.
ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഗ്രോസ് ഏരിയ വേണം അല്ലെ, മൊത്തത്തിൽ എത്ര ഏരിയ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കേസ് വേണം. അപ്പൊ കോൺക്രീറ്റിന്റെ ഏരിയ നമുക്ക് കിട്ടി. അപ്പൊ ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് AC പ്ലസ് AST എന്നുള്ളതാണ്. അപ്പൊ 43875.68 പ്ലസ് ഏരിയ ഓഫ് സ്റ്റീൽ AST 637.608. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 44513.29. അപ്പൊ ഗ്രോസ് ഏരിയ 44513.29 mm² ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡയമെൻഷൻ എടുക്കണം. ആ ഒരു പർട്ടിക്കുലർ ബീമിന്റെ ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ റിംഗ് ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇത് സൈഡ് വൈസ് ആണല്ലോ ശരിക്കും ആ ഒരു ഫോഴ്സ് വരുന്നത് അല്ലെ, ഇതിനെ പുഷ് ചെയ്യുന്ന രീതിയിലാണല്ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബ്രെഡ്ത്ത് ആണ്, റിംഗ് ബീമിന്റെ ബ്രെഡ്ത്ത് ആണ് കൂടുതൽ വരിക. ഓക്കെ, നമ്മൾ നോർമലി ടോപ്പ് ടു ബോട്ടം ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ അതിന്റെ ഡെപ്ത് ആണ് നമ്മൾ കൂടുതൽ കൊടുക്കുക. എന്നാൽ ഇത് സൈഡ് വൈസ് പുഷ് ചെയ്യുന്നതുകൊണ്ട് ആ സൈഡ് വൈസിലുള്ള ബ്രെഡ്ത്ത് ആണ് റിംഗ് ബീമിന്റെ കേസിൽ ഡയമെൻഷൻ കൂടുതൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഗ്രോസ് ഏരിയ 44,513.29 mm² ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് മിനിമം ഇപ്പം വളരെ ചെറിയൊരു ഗ്രോസ് ഏരിയ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ കൂടെ മിനിമം എത്ര വേണമെന്ന് പറഞ്ഞാൽ 150/150 എങ്കിലും ഗ്രോസ് ഏരിയ വന്നിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ചില കേസിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇക്വേഷൻ പ്രകാരം ചെയ്തിട്ട് 150/150 ചെയ്ത് കഴിഞ്ഞാൽ 22,500 ആണ് ഏരിയ വരുന്നത്. അപ്പൊ അതിനേക്കാളും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 15,000 ഒക്കെ ഗ്രോസ് ഏരിയ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി മിനിമം 150/150 കൊടുത്തിരിക്കണം. സൈഡ് 150 ഉണ്ടായിരിക്കണം, ഡെപ്ത് 150 ഉണ്ടായിരിക്കണം, മിനിമം അത്രയെങ്കിലും കൊടുത്തിരിക്കണം. അപ്പം 150/150 കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നോക്കണം. ഇപ്പൊ ഇവിടെ 44,000 സംതിങ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ 44,513 വാല്യൂ എടുത്തിട്ട് അതില് ഞാൻ ഏകദേശം റൂട്ട് എടുത്ത് നോക്കുകയാണ്. അപ്പൊ റൂട്ട് എടുത്ത് നോക്കിയപ്പോ എനിക്ക് 210 എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഡയമെൻഷൻ, അതായത് ഡെപ്ത് ആയിരിക്കും ഇതിൽ കുറവ്, ബ്രെഡ്ത്ത് ആയിരിക്കും കൂടുതൽ റിംഗ് ബീമിൽ. അപ്പൊ ഞാൻ ഡെപ്ത് എന്ത് ചെയ്യാണ്, ഇപ്പൊ എനിക്ക് 210 കിട്ടിയതുകൊണ്ട് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സ്ക്വയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഞാൻ അവിടെ റെക്ടാംഗുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഡെപ്ത് എന്നുള്ളത് ഇപ്പൊ 210 കിട്ടി. അപ്പൊ ഞാൻ റെക്ടാംഗിൾ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 150 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ് ഒരു ഡയമെൻഷൻ. അതായത് ഡെപ്ത് ഞാൻ 150 എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. ബട്ട് ഡെപ്ത് ഞാൻ 150 അസ്യൂം ചെയ്യുമ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 44,513.29 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അത് കിട്ടുന്നത് 296 ആണ്, 296.75 ആണ്. അപ്പം ബ്രെഡ്ത്ത് എന്നുള്ളത് 300 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതില് റിംഗ് ബീമിൽ ബ്രെഡ്ത്ത് ആണ് കൂടുതൽ കൊടുക്കേണ്ടത് ഡെപ്തിനേക്കാളും. ഓക്കെ, അപ്പം ഇവിടെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്വയർ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. സ്ക്വയർ ആവുകയാണെങ്കിൽ ഇപ്പം 210 സംതിങ് അല്ലേ കിട്ടും, 220/220 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, 210 പോയിന്റ് സംതിങ് ആയതുകൊണ്ട് കുറച്ചൊന്ന് കൂടുതൽ 210 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ റെക്ടാംഗുലർ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഒരു സൈഡ് ഞാൻ 150 എടുത്തു, അതായത് ഡെപ്ത് ഞാൻ 150 എടുത്തു, അനദർ ഡയമെൻഷൻ 300 എന്നുള്ള രീതിയിൽ കിട്ടി. ദെർഫോർ സൈസ് ഓഫ് റിംഗ് ബീം എന്ന് പറയുന്നത് 300/150. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ 300 × 150 ചെയ്താൽ 45,000 mm² ആണ്. ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 44,000 ആണ്, അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആ റിംഗ് ബീമിന്റെ ഗ്രോസ് ഏരിയ എനിക്ക് കിട്ടി, അതിന് കൊടുക്കേണ്ട അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസും ഞാൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഓൾറെഡി ഒരു AST കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, ആ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഡയ കൊടുക്കണം, എത്ര നമ്പേഴ്സ് വേണമെന്നുള്ള കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ഈവൺ നമ്പേഴ്സ് കൊടുക്കാം. അതായത് നമ്മൾ ഈ റിംഗ് ബീം ചെയ്യുന്നത് കോളംസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന, അതായത് കോളത്തിലൊക്കെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന ആ ഒരു പാറ്റേണിലാണ്, നോർമൽ ബീം അല്ലല്ലോ. ഇപ്പൊ നോർമൽ ബീമിൽ നമ്മൾ ബോട്ടത്തിൽ ഇത്ര ബാർ, ടോപ്പിൽ ഇത്ര ബാർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സിമെട്രിക്കൽ ആയിരിക്കണം, ടോപ്പിലും ബോട്ടത്തിലും ഒരേ നമ്പർ ഓഫ് ബാർസ് തന്നെ വരണം ഇവിടെ റിംഗ് ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈവൺ നമ്പേഴ്സ് ആയിരിക്കണം ബാറിന്റെ നമ്പേഴ്സ് വരണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 12 mm ഡയന്റെ ബാർ കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഏരിയ നോക്കിയിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഏരിയ എന്ന് പറയുന്ന 637 ഒക്കെ ആകുമ്പോൾ 12ന്റെ ഒക്കെ കൊടുത്താൽ മതി. ഇപ്പം വളരെ കൂടുതൽ 2000 ഒക്കെ റേഞ്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 1000ന്റെ മേലോട്ടൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം 20 mm ഒക്കെ എടുക്കാം. 1300, 1200 ഒക്കെ വരികയാണെങ്കിൽ 20 mm ഒക്കെ അസ്യൂം ചെയ്യാം. അതിലും കൂടുതൽ പോവുകയാണെങ്കിൽ 25 mm അസ്യൂം ചെയ്യാം. അപ്പൊ അങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. ഇവിടെ 637 ആയതുകൊണ്ട് ഒരു 12 mm ബാറൊക്കെ എടുത്താലും ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു 12 mm ബാർ അസ്യൂം ചെയ്യാണ്. അപ്പൊ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 637 ആണ് നമുക്ക് AST കിട്ടിയത്. ഡിവൈഡ് ബൈ പൈ × 12² ഡിവൈഡ് ബൈ 4. ഒരു ബാറിന്റെ ഏരിയ 12 mm ഏരിയ ഡിവൈഡ് ചെയ്ത് അപ്പൊ 5.63 കിട്ടി. അപ്പൊ 6 നമ്പേഴ്സ് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, അതായത് ടോപ്പിൽ 3 ബോട്ടത്തിൽ 3 എന്നുള്ള രീതിയിൽ. ഓക്കെ, പ്രൊവൈഡ് 6 നമ്പേഴ്സ് ഓഫ് 12 mm ഡയമീറ്റർ ബാർസ്. അപ്പൊ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത്
6 into 5 into 12 square divided by 4. 6 ബാറിന്റെ ഏരിയ 678.58 mm² ആണ് AST പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റിംഗ് ബീമിനെ ഡിസൈൻ ചെയ്തു. അപ്പൊ റിംഗ് ബീമിനെ ഡിസൈൻ ചെയ്തത് ഇത്രയാണ്. ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ചു. ഹൂപ്പ് ടെൻഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചു. ആ ഹൂപ്പ് ടെൻഷന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷം റിംഗ് ബീമിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഗ്രോസ് ഏരിയ AG വാല്യൂ കണ്ടുപിടിച്ചു. AG വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഡയമെൻഷൻ എടുത്തു. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു ബ്രെഡ്ത്ത് ആണ് കൂടുതൽ വരേണ്ടത് ഡെപ്തിനേക്കാളും. അപ്പൊ ഞാൻ ബ്രെഡ്ത്തും ഡെപ്തും എടുത്തു, റെക്ടാംഗുലർ ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ എടുത്തു. എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 അല്ലെ, 150 by 300 ആണ്. അതായത് 300 by 150 ആണ് എനിക്ക് ഇവിടെ റിംഗ് ബീമിന്റെ സൈസ് കിട്ടിയത്. അതിനുശേഷം ഈ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് എത്ര നമ്പേഴ്സ് വേണമെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തു. നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈവൺ നമ്പേഴ്സ്, അതായത് ടോപ്പ് ബോട്ടം സിമെട്രിക്കൽ ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഇപ്പൊ ഹൊറിസോണ്ടലി നമ്മൾ അതിന്റെ സെന്ററിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലും ബോട്ടത്തിലും ഒരേ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് സ്റ്റിറപ്സ് ആണ്. സ്റ്റിറപ്സ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല, ഒരു മിനിമം സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇവിടെ എല്ലാ കേസിലും എല്ലാ പ്രോബ്ലത്തിലും ഇതുപോലെ എഴുതിയാൽ മതി. അസ്യൂം 8 mm ഡയ 2 legged സ്റ്റിറപ്സ് 200 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്, അല്ലെങ്കിൽ 250 എഴുതിയാലും കുഴപ്പമില്ല. അവിടെ ഒരു മിനിമം സ്റ്റിറപ്പ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ പ്രാധാന്യമില്ല. അപ്പൊ സ്റ്റിറപ്സ് അസ്യൂം 8 mm ഡയ 2 legged സ്റ്റിറപ്സ് 200 mm സെന്റർ ടു സെന്റർ. ഇനി ഇൻ കേസ് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഫിഗറിൽ സ്റ്റിറപ്സ് എഴുതി വെച്ചാലും മതി, സ്റ്റിറപ്സിന്റെ ആ പോർഷൻ കാണിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇനി ഇപ്പം ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഫിഗർ. അപ്പൊ ആദ്യം ഇവിടെ റിംഗ് ബീം വരച്ചു. റിംഗ് ബീം 300 അതിന്റെ ബ്രെഡ്ത്തും 150 ഡെപ്തും ആണ്. അതിൻ്റെ അകത്ത് ഒരു മിനിമം കവർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ സിറപ്സ് കൊടുത്തു. റീഇൻഫോഴ്സ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സിറപ്പ് കൊടുത്തു. അതിന്റെ അകത്ത് ഇപ്പൊ 6 നമ്പർ ഓഫ് 12 mm ബാറ ഉള്ളത്, അത് ടോപ്പിൽ 3 താഴെ 3 എന്നുള്ള രീതിയിൽ കൊടുത്തു. അത് മാർക്ക് ചെയ്തു. 6 numbers of 12 mm diameter bars. സിറപ്പ് അതുപോലെ 8 mm ഡയ 2 legged സിറപ്പ് 200 mm സെന്റർ ടു സെന്റർ, അല്ലെങ്കിൽ ജസ്റ്റ് സിറപ്സ് എഴുതിയാലും മതി. ഡയമെൻഷൻ 150 300 മാർക്ക് ചെയ്തു. ഇനി ഇത് ടോട്ടൽ 300 ആണെങ്കിൽ നമ്മുടെ ഡോമിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 100ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് കുറച്ചൊരു 100ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാറി, ഏകദേശം ഹാഫിനേക്കാളും കുറച്ച് മുന്നേ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും മുന്നേ വെച്ചിട്ട് ഞാൻ ഡോം എന്ന് പറയുന്ന ഇപ്പൊ സ്പെറിക്കൽ ഡോം ആണ്. അപ്പൊ അതിനനുസരിച്ച് സ്പെറിക്കൽ ആയിട്ട് ഈ ഒരു രീതിയിൽ വേണം ഫിഗറിൽ കാണിക്കാൻ. ഈ രീതിയിൽ ഒരു കേവ് പോലെ ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, ഫുള്ള് വരയ്ക്കണ്ട, ഫുള്ള് ഈ ഇപ്പുറത്തെ സൈഡും കൂടി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലുള്ള റിംഗ് ബീമും കൂടി കാണിക്കണം. അതിന്റെ ആവശ്യമില്ല, കാരണം രണ്ട് സൈഡിലും ഒരുപോലെയാണല്ലോ. അപ്പൊ ഒരു പോർഷൻ വരെ മാത്രം കാണിച്ചാൽ മതി. അപ്പൊ ഞാനിവിടെ കണ്ടിന്യൂഷൻ ചെയ്യുന്നതിന് സിമ്പിൾ ഇട്ടു. ഈ ഡോമിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 100 mm ആണ്. അപ്പൊ ഇവിടെ നിന്നുള്ള റീഇൻഫോഴ്സ്മെന്റ്, ഓക്കെ, അതായത് ഡോമിലുള്ള റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ട് ഈ റിംഗ് ബീമിലേക്ക് ഇറങ്ങി നിൽക്കണം. അപ്പോൾ ആ ഡീറ്റെയിൽസ് ജസ്റ്റ് അതുപോലെ ഇതിലേക്ക് വന്ന് കയറുന്ന രീതിയിൽ കാണിച്ചു. അത്രയും കാണിച്ചാൽ മതി. ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ കവർ, നോർമലി നമ്മൾ സ്റ്റാബിൽ എടുക്കുന്ന പോലെ 15 mm അല്ലെങ്കിൽ 20 mm കവർ ആയിരിക്കും. അത് ജസ്റ്റ് അത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പം ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമ്മൾ ഇത് വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇത് മേലെ കൂടെ വരയ്ക്കരുത്, കുറച്ച് താഴെ കൂടെ തന്നെ ഒരു ഏകദേശം ചെറിയൊരു ഡിസ്റ്റൻസ് മാറിയിട്ട് ഇതുപോലെ കേവ് ആയിട്ട് ഇതിനൊപ്പം തന്നെ വരയ്ക്കും. അതിന്റെ മേലെ നമ്മൾ അനദർ ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെന്റ്, അതായത് ഒന്ന് മെറിഡിയനൽ ഡയറക്ഷനും ഒന്ന് ലാറ്റിറ്റ്യൂഡിന്റെ ഡയറക്ഷനിലുമാണ്. ഓക്കെ, ടൂപ്പ് ഡയറക്ഷൻ അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലാണ്. അപ്പൊ ആ 2 ഡയറക്ഷനിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ആ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആണ്. 8 mm ഡയമീറ്റർ ബാസ് 200 mm സെന്റർ ടു സെന്റർ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്ത. റിംഗ് ബീം കാണിക്കുക, റിംഗ് ബീമിന്റെ സൈസ് കാണിക്കുക, അതിലുള്ള റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, മെയിൻ ബാസ് ഇത്ര നമ്പേഴ്സ് ഉള്ളതാണ്. സിറപ്പ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നമ്മൾ അത് മാർക്ക് ചെയ്താൽ മതി. അസ്യൂം ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ അസ്യൂം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡോംസിന്റെ അകത്ത് വരുന്ന മിനിമം റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് 8 mm ഡയ 200 mm സെന്റർ ടു സെന്റർ ആണ്. അത് 2 ഡയറക്ഷനിലും കാണിച്ചിരിക്കണം. 2 ഡയറക്ഷനിലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ തിക്നെസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഡോംസിന്റെ സ്പെറിക്കൽ ഡോംസിന്റെ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ടുള്ളത്. 15 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചത്. വെറും 6 സ്റ്റെപ്പ് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്പെറിക്കൽ ഡോം ഓവർ എ സർക്കുലർ റൂം ഓഫ് 20 meter diameter. Rise of dome is 1/5 of the diameter. It carries a lantern load 20 kilonewton at its crown.
Live load including wind load etc. is 2 kilonewton per meter square. Weight of finishes is 0.5 kilonewton per millimeter square, kilonewton per meter square. Use M20 and Fe415 steel. Design dome and ring beam. അപ്പൊ ഇവിടെ ഡോം ഏതാന്നുള്ളത് ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് സ്പെറിക്കൽ ഡോം തന്നെയാണ്. ഓവർ എ സർക്കുലർ റൂം 20 മീറ്റർ ഡയ, അതായത് ബേസ് ഡയമീറ്റർ 20 മീറ്റർ. ആ റൂമിന്റെ ഡയ എന്ന് പറയുന്നത് 20 മീറ്റർ. അതിന്റെ മേലോട്ടാണ് നമ്മൾ ഡോം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. റൈസ് ഓഫ് ഡോം 1/5 ഓഫ് ദ ഡയമീറ്റർ. ഇപ്പൊ 1/5 എന്ന് പറയുമ്പോൾ 20 മീറ്റർ ആണെങ്കിൽ അതിന്റെ 1/5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 20/5 അല്ലെ, 4 മീറ്റർ ആയിരിക്കും അതിന്റെ റൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് എ ലാൻഡേൺ ലോഡ് 20 കിലോന്യൂട്ടൺ അറ്റ് ഇറ്റ്സ് ക്രൗൺ. അതായത് അതിന്റെ ക്രൗൺ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ലാൻഡേൺ ലോഡ് വരുന്നുണ്ട്. നോർമലി ഇപ്പൊ വിൻഡോ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആവാം. ആ ഒരു സ്ട്രക്ചർ ഈ ഡോമിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് പോയിന്റ് ലോഡാണ്. ആ കൊണ്ടുവരുന്ന പോയിന്റ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 കിലോന്യൂട്ടൺ ആണ്. ലൈവ് ലോഡ് ഇൻക്ലൂഡിംഗ് വിൻഡ് ലോഡ് എക്സെട്ര ഈസ് 2 kilonewton per millimeter square. ഓക്കെ, അതായത് ഇപ്പൊ ഡോം ഷേപ്പ് ആയതുകൊണ്ട് തന്നെ വിൻഡ് ലോഡിന്റെ എഫക്ട് ഒക്കെ ഡയറക്റ്റ്ലി ഒരു ലൈവ് ലോഡിന്റെ ഒരു ചെറിയ രീതിയിലുള്ള എഫക്ട് പോലൊക്കെ തന്നെയാണ് വരുന്നത് ആക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 2 kilonewton per meter square എന്നുള്ള രീതിയിലാണ് ലൈവ് ലോഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് ഫിനിഷസ് ഈസ് 0.5 kilonewton per meter square. Use M20 and Fe415 steel. Design dome and ring beam. അവിടെ വെയിറ്റ് ഓഫ് ഫിനിഷസും തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ FCK FY 20 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 20 Newton per millimeter squareഉം 415 Newton per millimeter squareഉം ആണ്. ഇപ്പം ലാൻഡേൺ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഇത് കണ്ടോ, ഇതിപ്പോ ഒരു ഡോം ആണ്. ഇതിപ്പോ ഒരു സർക്കുലർ ഡോംസ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഇതുപോലെ ഒരു സ്ട്രക്ചർ എന്തെങ്കിലും വരുവാണെങ്കിൽ, ഓക്കെ, ഇതിന്റെ മേലെ ഇതുപോലെ എന്തെങ്കിലും സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ വിൻഡോ പോലെയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്ട്രക്ചർ വരികയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിന് വരുന്ന ലോഡ് ഈ ഡോമിലേക്ക് പോയിന്റ് ലോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഈ ഡോമിന്റെ ക്രൗണിലാണ് ഈ ഒരു ലോഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമലി ഇതിലുള്ള ലോഡ്സ് ഒക്കെ UDL ആയിരിക്കും. ഇതുപോലെ എക്സ്ട്രാ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ക്രൗണിലാണ് ഈ ടൈപ്പ് ഓഫ് പോയിന്റ് ലോഡുകളൊക്കെ വരിക. ഇതുപോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോയിന്റ് ലോഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ലോഡ് അപ്പൊ ഇതുപോലെ എന്തോ വന്നിട്ടുള്ളതാണ്. അതായത് ലാൻഡേൺ വിൻഡോന്റെ ലോഡായിരിക്കും. ലാൻഡേൺ വിൻഡോ, അതായത് ഇതുപോലെ വിൻഡോസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും ഇതിന്റെ ടോപ്പിലേക്ക്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ലോഡാവും ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള 20 kilonewton എന്ന് പറയുന്ന ലോഡ്, 20 kilonewton എന്ന് പറയുന്ന പോയിന്റ് ലോഡ്. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ എഴുതി. D is equal to 20 meter, R is equal to 1/5 of 20, that is 4 meter. Live load plus wind load 2 kilonewton per meter square. ടോട്ടൽ ആ വിൻഡ് ലോഡിന്റെ എഫക്ട് അല്ല, ജസ്റ്റ് ആ വിൻഡ് ലോഡ് ലൈവ് ലോഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 2 kilonewton per meter square തന്നിട്ടുള്ളത്. ഓക്കെ, ആ ഡോം ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അതില് ചെറിയൊരു പോർഷൻ ലൈവ് ലോഡ് എന്നുള്ള രീതിയിൽ വരാം. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ്. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ലൈവ് ലോഡ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഫ്ലോർ ഫിനിഷ് 0.5 kilonewton per meter square. FCK 20 Newton per mm square. FY 415 Newton per mm square. അപ്പൊ നമ്മളെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പെർമിസിബിൾ സ്ട്രെസ്സസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ ചെയ്ത അതേ വാല്യൂസ് തന്നെയാണ്. സിഗ്മ ST 230 Newton per millimeter square, സിഗ്മ D 2.8 Newton per millimeter square, സിഗ്മ CBC 7 Newton per millimeter square, M 280/3 സിഗ്മ CBC 13.33. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഡയമെൻഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് റൈസ് ഓൾറെഡി ഉണ്ട് 4 മീറ്റർ. ഓക്കെ, അതായത് 1/5 of 20 എടുത്തിട്ടുണ്ട് ഡയമീറ്ററിന്റെ. ആ തിക്നെസ് 100 mm അസ്യൂം ചെയ്തു. അപ്പൊ നമ്മളെ ഫിഗർ ഈ രീതിയിലാണ് ഏകദേശം വരിക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 4 മീറ്റർ. ഓക്കെ, അതുപോലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന R ആണ്. ഈ വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയസ് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്, അത് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് റേഡിയസും തീറ്റയും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇക്വേഷൻസ് ഫോം ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെ R ആണ്, R - 4 ഹോൾ സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് R സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ R സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് പറയുന്നത്
ആർ സ്ക്വയർ മൈനസ് 100 ആണ്. ഓക്കെ, 10 സ്ക്വയർ 100 ആണ്. റൂട്ട് ഓഫ് ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ആർ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 100 എന്നുള്ള രീതിയിൽ എഴുതാം. റൂട്ട് ഇവിടുന്ന് ഒഴിവായി. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർ ഈസ് ഇക്വൽ ടു 14.5 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ ഈസ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് 10/r എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ 43.60 നമുക്കിവിടെ തീറ്റ കിട്ടും. ലോഡ് കാൽക്കുലേഷൻ സെയിം, അതായത് ലൈവ് ലോഡ് പ്ലസ് സ്പിൻ ലോഡ്, അതായത് ടോട്ടൽ ലൈവ് ലോഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഫിനിഷ് ലോഡ് 0.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡെഡ് ലോഡ് 25 d. BD എടുക്കേണ്ട 1 മീറ്റർ ആയതുകൊണ്ട് 25 d എടുക്കാം. ഇപ്പൊ 2.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇപ്പൊ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 2 പ്ലസ് 0.5 പ്ലസ് 2.5. ടോട്ടൽ UDL എന്ന് പറയുന്നത് 5 ആയിരിക്കും. 2.5 പ്ലസ് 2.5 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ ഇവിടെ ലാൻഡേൺ ലോഡ് W, ഡോമിന്റെ മേലെ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ് 20 കിലോ ന്യൂട്ടൺ. അപ്പൊ രണ്ട് രീതിയിൽ എഴുതാം. ഇപ്പൊ UDL ആണെങ്കിൽ സ്മോൾ ലെറ്റർ W എന്ന് എഴുതാം, മറ്റേത് ക്യാപിറ്റൽ W എന്ന് എഴുതിക്കോളൂ പോയിന്റ് ലോഡ് ആണെങ്കിൽ. അപ്പൊ ലോഡ് കാൽക്കുലേഷന്റെ സ്റ്റെപ്പ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെയാണ്. അവിടെ പോയിന്റ് ലോഡ് സെപ്പറേറ്റ് എടുത്ത് എഴുതിയെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ്സസ് ഇൻ ഡോംസ് ആണ്. അപ്പൊ സ്ട്രെസ്സസ് ഇൻ ഡോംസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. പോയിന്റ് ലോഡ് വരുമ്പോൾ വേറെ തന്നെ ഇക്വേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ T എന്ന് പറയുന്നത് WR/1 പ്ലസ് കോസ് തീറ്റ UDL-ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, പ്ലസ് W/2πr സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന പോയിന്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഈ W എന്ന് പറയുന്നത് പോയിന്റ് ലോഡാണ്, ഡിവൈഡ് ബൈ 2πr സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇവിടെ UDL-ന്റെ വാല്യൂ കൊടുക്കുക, W-ന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. R എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച റേഡിയസ്, ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ നമ്മളിപ്പം മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച തീറ്റ. അതേപോലെ പ്ലസ് W എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ W, അതായത് പോയിന്റ് ലോഡാണ്. ഓക്കെ, ടോട്ടൽ മെറിഡിയണൽ ത്രസ്റ്റ് അല്ലെങ്കിൽ മെറിഡിയണൽ ഫോഴ്സ് എന്ന് പറയുന്നത് UDL-ന്റെ ഇതും മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ പോയിന്റ് ലോഡിന്റെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ടോട്ടലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. കാരണം അഡീഷണലി പോയിന്റ് ലോഡ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 2πr സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇപ്പം കിട്ടിയിരിക്കുന്ന 43 പോയിന്റ് സംതിങ് ആണെങ്കിൽ ആ വാല്യൂ കണ്ടുപിടിച്ച് അതിനെ സ്ക്വയർ ചെയ്യാന്നുള്ളതാണ്. സൈനിന്റെ കൂടെ സ്ക്വയർ ഇടുക എന്നല്ല. സൈൻ ചെയ്തിട്ട് സൈൻ ഇപ്പം 43 ആണെങ്കിൽ സൈൻ 43 ചെയ്യുക, അല്ലെങ്കിൽ 36 ആണെങ്കിൽ സൈൻ 36 ചെയ്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. രണ്ട് വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മെറിഡിയണൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം ഹൂപ്പ് ഫോഴ്സ് അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതാണ്, WR ഇൻറ്റു കോസ് തീറ്റ മൈനസ് 1/1 പ്ലസ് കോസ് തീറ്റ. ഇത് അപ്പോൾ UDL-ന്റെ കേസിലാണ്. പോയിന്റ് ലോഡിന്റെ കേസിൽ മൈനസ് ആണ് വരുന്നത് എന്നുള്ള പറഞ്ഞിരുന്നു, W/2πr സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, W/2πr സൈൻ സ്ക്വയർ തീറ്റ. ഇത് പ്ലസും ഇത് മൈനസും ആണ് മാത്രം. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇവിടെ 10.45 ഈ ടേം കിട്ടും, മൈനസ് 0.46159 9.988 കിലോ ന്യൂട്ടൺ കിട്ടും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ചെയ്യുന്നത് പോലെ തന്നെയാണ്. മെറിഡിയണൽ സ്ട്രെസ് T/T എന്നുള്ളതാണ്, സ്മോൾ ലെറ്റർ T ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.425 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. അതേപോലെ ഹൂപ്പ് സ്ട്രെസ് ആണെങ്കിൽ H/T എന്നുള്ളതാണ്. അപ്പം 0.0998 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളത് കിട്ടും. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്ത അതേ കൺസെപ്റ്റ്. കിട്ടിയിരിക്കുന്ന T-യും അതുപോലെ H-ഉം ഡിവൈഡ് ബൈ 0.1 ചെയ്താൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും നമുക്ക് രണ്ടും കിട്ടുന്നത്. അതിനെ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻³ ചെയ്താൽ മാത്രം മതി. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആൻസർ കിട്ടും. ഇനി അടുത്ത ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇത് HYSD ബാർ ആയതുകൊണ്ട് മിനിമം സ്റ്റീൽ കൊടുത്താൽ മതി. ഇപ്പൊ 0.24% BD, ദാറ്റ് ഈസ് 240 കിട്ടും. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, സെയിം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, അതായത് 100 mm തിക്നെസ്സും അതുപോലെ HYSD ബാർസും ആണെങ്കിൽ സെയിം തന്നെയാണ്. അപ്പൊ 8 mm ഡയാ ബാർസ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 209, റൗണ്ട് ചെയ്ത് സ്പേസിംഗ് 200 കിട്ടും. AST പ്രൊവൈഡ് എന്ന് പറയുന്നത് 251.3 mm സ്ക്വയർ കിട്ടും. അപ്പൊ അഡോപ്റ്റ് 8 mm ഡയാ ബാർസ് 200 mm 70% സ്പേസ്. ഇനി അടുത്ത ഡിസൈൻ ഓഫ് റിംഗ് ബീം ചെയ്യാൻ FT വാല്യൂ T cos theta D ഡിവൈഡ് ബൈ 2. അപ്പൊ ഈ T എന്ന് പറയുന്നതിൽ ഓൾറെഡി ആ പോയിന്റ് ലോഡും കൂടി ചേർന്ന് വന്നിട്ടുള്ള T ആണ് അവിടെയുള്ളത്, അല്ലെ? അപ്പൊ അത് ഇക്വേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ 307.845 കിലോ ന്യൂട്ടൺ എന്നുള്ള രീതി കിട്ടും. AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FT ബൈ സിഗ്മ ST ചെയ്താൽ 1338.45 mm സ്ക്വയർ കിട്ടും. ഇനി സിഗ്മ D, നമുക്ക് ഇതിന്റെ അകത്ത് AC വാല്യൂ ആണ് വേണ്ടത്, ഗ്രോസ് ഏരിയ വേണം. AST കിട്ടിയ സ്ഥിതിക്ക് AG എന്ന് പറയുന്നത് AC പ്ലസ് AST എന്നുള്ളതാണ്. അപ്പൊ AC കിട്ടാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ 80 ഈ ഇക്വേഷൻ എടുത്തു. സിഗ്മ D ഈസ് ഈക്വൽ ടു FC ബൈ AC പ്ലസ് M ഇൻറ്റു AST. അപ്പൊ AC ഈസ് ഈക്വൽ ടു FT എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
307.845. അപ്പം ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AC ഫൈൻഡ് ഔട്ട് ചെയ്യാം. AC ഫൈൻഡ് ഔട്ട് ചെയ്താൽ 92103.10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിന്റെ കൂടെ AST കൂടി ആഡ് ചെയ്താൽ ഗ്രോസ് ഏരിയ കിട്ടും 93,441.55 mm². അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയി ഡയമെൻഷൻ അസ്യൂം ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ 300 ആണ് ഒരു സൈഡ് അസ്യൂം ചെയ്തത്. അപ്പൊ 350/300 ആണ് വരിക. അതായത് വലിയ സൈഡ് നമ്മൾ ബ്രെഡ്ത്ത് ആയിട്ടാണ് എടുക്കുക. അപ്പൊ അതിനനുസരിച്ച് എഴുതുക. അല്ലെങ്കിൽ വേറൊരു ഡയമെൻഷൻ എഴുതാം, 250/400 അങ്ങനെ എഴുതാം. സ്ക്വയർ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചൊരു ഡയമെൻഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പം ഞാനിവിടെ 20 mm ബാർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏരിയ കിട്ടിയത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കുറച്ച് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്, 1338 കിട്ടിയത്. അപ്പൊ 20 mm ബാർ ഒക്കെ എടുക്കുന്നതായിരിക്കും കറക്റ്റ് വരിക. അപ്പൊ നമുക്ക് ഏകദേശം 4.26 ആണ് കിട്ടിയത്. അപ്പൊ 5 bars എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല, ഈവൺ നമ്പേഴ്സ് ആയിരിക്കണം രണ്ട് സൈഡിലും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 6 bars ഇവിടെ അസ്യൂം ചെയ്തു. 1884.95 mm² എന്നുള്ള രീതിയിൽ കിട്ടും. സിറപ്പ് ഏറ്റവും ഉണ്ടായ 2 ലെവൽ സിറപ്പ് 200 mm സെന്റർ. അപ്പൊ അതിനനുസരിച്ച് ഫിഗർ വരയ്ക്കുക. ജസ്റ്റ് ഞാനിത് ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. ജസ്റ്റ് ഇവിടെ 100 mm എഴുതുക, അതുപോലെ 100 mm തിക്ക് എഴുതുക. ഇവിടെ ബീമിന്റെ ഡയമെൻഷൻ 350, 300. ഇതിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ്സ് മാർക്ക് ചെയ്യുക. ഇത്രയൊന്നും കവർ കാണിക്കേണ്ട, ജസ്റ്റ് ഇതിനോട് ചേർത്തിട്ട് തന്നെ കാണിച്ചാൽ മതി. അപ്പൊ ഇവിടെ 6 numbers of 20 mm ഡയ ബാസ് ആണ് വന്നിരിക്കുന്നത്. 6 numbers of 20 mm ഡയമീറ്റർ ബാസ്. ഇത് 8 mm ഡയ 2 ലെവൽ സിറപ്പ് 200 mm സെന്റർ സിറപ്സ് എഴുതിയാലും മതി. ഇവിടെയുള്ള ബാർ 8 mm ഡയ ബാസ് അറ്റ് 200 mm സെന്റർ. ഓക്കെ, മിനിമം ബാസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പോയിന്റ് ലോഡ് വരുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ആ ഒരു ഡിഫറൻസ്. ഓക്കെ, അതായത് പോയിന്റ് ലോഡ് എന്ത് ചെയ്യണം, നമ്മൾ നോർമലി ലൈവ് ലോഡിന്റെ കൂടെ മെറിഡിയനൽ ത്രസ്റ്റ് ആയിട്ടും അതുപോലെ ഹൂപ്പ് ഫോഴ്സുമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം. വേറെ ഒന്നും അതിൻ്റെ അകത്ത് അഡീഷണലി വരുന്നില്ല. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബാക്കി മുന്നേ ചെയ്ത ആ പ്രോബ്ലമായിട്ട് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്.